ഹലോ ഫോക്സ്, എല്ലാ അപരാധപ്പിറവികൾക്കും എൻ്റെ അപരാധ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വീക്കെൻഡാണ്, സൺഡേ. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു വീക്കെൻഡാണ് ഞാനിന്ന് വ്ളോഗായിട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു വീക്കെൻഡ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലെത്തും. ഡൊമിനോസിൽ വന്നിട്ടുണ്ട്, ഗുജറാത്തിലെ ഡൊമിനോസ്. ഇവിടെ നമുക്ക് വെജ് മാത്രമേ ഉള്ളൂ, നോൺ വെജ് ഒന്നും കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ ഇവിടെ എനിക്ക് ആകെ പിസയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിസയിൽ ഏതൊക്കെ പിസ ഉണ്ടെന്നോ എന്തൊക്കെ ഉണ്ടെന്നോ എനിക്ക് അറിയത്തില്ല. അതെന്തോ തേനാന്നോ ചോദിച്ചേക്കുന്നത്? ഇത് കാണിക്കുമ്പോ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ഇത് ഞങ്ങൾ അന്ന് കഴിച്ചതാണ്. എനിക്കിഷ്ടം ഇവര് ഭയങ്കര ചർച്ചയാണ്. ഒരു പിസ എടുക്കുന്നതിന് ഇവര് ഗൂഗിളും ചാറ്റ് GPT ഒക്കെ തുറന്ന് സെർച്ച് ചെയ്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവര് ഭയങ്കര ചർച്ചയിലാണ് ഗൈസ്. ഫുഡ് സ്കാനർ അതെന്താ അങ്ങനെയൊക്കെ? ഇതാണ് ഇവിടുത്തെ ഡൊമിനോസ്. നമ്മളൊരു 360 ആണ് പിടിച്ചേക്കുന്നത്. എല്ലാവരും 10-15 എന്ന് വിളിച്ചാൽ പറഞ്ഞ 5 മിനിറ്റ് എടുക്കുന്നു. 10, 10, 10, 12, 15. ഓ സോറി ഗൈസ്, അത് സർക്കാസമായിരുന്നു. എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ആംബിയൻസ്. സംഭവം കൊള്ളാം ഗൈസ്, നൈസാണ് ഗൈസ്. ഇതൊന്നും ക്ലീൻ ഒന്നും അല്ല. ദേണ്ട ആരോ കഴിച്ചതിന്റെ ബില്ലൊക്കെ ഇവിടെ ഉണ്ട്. ആണോ? എന്നാൽ നമ്മൾ കഴിച്ചാണ് ഗൈസ്, കുറെ ബില്ലുണ്ട്. നമ്മള് ഭയങ്കര റിച്ച് ആണ്. ഇത്തിരി മാറ്റി വെച്ചോ. നമ്മള് ഭയങ്കര റിച്ച് ആണ് ഗൈസ്. എത്ര ബില്ല്? അത് 2000, 2200. ഇവിടെ പിസയില് സ്വർണവും അതൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഇട്ട് വാറ്റിയ പിസയാണ് നമ്മൾ തിന്നുന്നത്. എന്താ OCB ഉള്ള കൊച്ചാണ്. ഇവിടെ താണ്ടെ ഇത് അഴുക്കാണ്, ഇവിടെ ഇരിക്കേണ്ടെന്ന് പറയുന്നത്. പിന്നെ താണ്ടെ ഇതിൽ അഴുക്കുണ്ട്, ഇവിടെ നമുക്ക് ഈ കടയിൽ ഇരിക്കേണ്ട, വേറെ കടയിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട്. സോസിന്റെ ഇത് ചാടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ സോസ് പൂട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര OCD എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രീം ലെവലിലാണ് കഴിച്ച് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഇരുന്ന കസേരയില് അതാണ്ട് ഇതൊക്കെ നിന്റെ ഡ്രസ്സിലാവൂലേ? ഈ ഡ്രസ്സ് നീ കഴുകുവോ? ഡ്രസ്സ് കഴുകാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ സുര? നീ പറ വിഘ്നേഷ്, എന്താണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ OCD പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? അതല്ല, അത് ഇത് രണ്ടാണ്. അമ്മ വേറെ കൂടില്ല. ഇന്ന് വിഘ്നേഷിന്റെ ബർത്ത്ഡേ ആണ്. ഇത് വിഘ്നേഷിന്റെ ബർത്ത്ഡേ വ്ളോഗാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വിഘ്നേഷിന്റെ ചെലവിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇല്ല എനിക്ക് ഇവിടെ നിന്നും വേണ്ട. എനിക്ക് ജാസിന്ന് മതി. ഇവിടുന്ന് എനിക്ക് അത് മറ്റേ ചിക്കനും KFC ഓർഡർ ചെയ്തായിരുന്നു. ഞാനില്ലല്ലോ, ഞാൻ പോക്കല്ലേ. ഇവരുടെ ഹോസ്റ്റലിൽ എന്തൊക്കെ നടക്കുന്നത് ഞാൻ ഒന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് ബോയ്സ് ഹോസ്റ്റലിൽ എനിക്ക് ഓർഡർ ചെയ്താ ഓർഡർ ചെയ്ത അതൊന്നും പറ്റത്തില്ല. ഞങ്ങളങ്ങനെ ഫുൾ കോഴി KFC മേടിക്കുന്നത്. ഒരു കോഴി ഫുള്ളായിട്ട് ഇങ്ങനെ മാവില് മുക്കി, അങ്ങനല്ല, അവര് ഫുള്ളായിട്ട് മുക്കി പൊരിച്ചു തരും. എന്നിട്ട് ഒരു പീസ് വാങ്ങിയെടുത്തു. ഗൈസ്, ഞാൻ വന്നതിന് ശേഷം ഗുജറാത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു നല്ല മനുഷ്യനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അവിഹിതം. എന്നാൽ ഈ കൊച്ചും നല്ലൊരു കൊച്ചാണ്. ബാക്കി എല്ലാവരും അവിഹിതമാണ് ഗൈസ്. അവിഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു അവിഹിതം, ഉച്ചയ്ക്ക് ഒരു അവിഹിതം, രാത്രി ഒരു അവിഹിതം, ഒന്ന് വെച്ച് 3 നേരമാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം സ്വന്തം റൂമിലൊക്കെ നടക്കുമ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ അച്ഛാ പറ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ പോകുന്ന ടീമുകളുണ്ട്. നമ്മൾ പറയാം, പക്ഷെ ഞാൻ പിറകെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും. അപ്പൊ ഹലോ ബോലനാ അങ്ങനെയൊക്കെയാണ് കഴിച്ച് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ എനിക്ക് പെണ്ണില്ലാത്തണ്ടാന്ന് തോന്നുന്നു. വൺസ് അഗൈൻ ഐ എം സിംഗിൾ. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അണ്ണൻ പോയിട്ടുണ്ട് എടുക്കാൻ. വന്നടാ.
എടുക്കട്ടാ എടുക്കട്ടാ പൊട്ടീര് ആനെടുക്ക്. നമുക്ക് ഹാലപ്പിനോ ജാലപ്പിനോ. ഓ ഗായ്സ്, ഞാൻ വിചാരിച്ചതിന്റെ അത്രയൊന്നും ഇല്ല ഗായ്സ്. സംഭവം അവിടെ കട്ട് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ആ നീ ആദ്യം തന്നെയാണ്. ഗുജറാത്തിലെ ഡൊമിനോസിന് എനിക്ക് വിശ്വാസക്കുറവുണ്ട്. ആദ്യം നീ കഴിക്കുക. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കുറച്ച് മാഗിയല്ലേ കഴിച്ചുള്ളൂ. ഞാനതാ പറഞ്ഞത്, കട്ട് ചെയ്തിട്ടില്ല. കണ്ടോ ഗൈസ്, ഗുജറാത്തിലെ ഡൊമിനോസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഒരു പിസ പോലും കട്ട് ചെയ്യാൻ അവർക്ക് സമയമില്ല ഗൈസ്. അത്രയ്ക്കും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്താ ഇത് പേരെന്താ? ഈ കൃത്രിമ അഴിമതിയൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. നോക്കും പാവച്ചൻ. ഇന്ന് ഷുഗർ കട്ടാന്ന് രാവിലെ പറഞ്ഞായിരുന്നു. ദാണ്ട ഷുഗർ കട്ടിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ പകുതി മതി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. സംഭവം ഭയങ്കര ടിൻഡറാണ്, ജ്യൂസിയാണ്, സ്പൈസിയാണ്. അടിക്ക്. ഓ അട്ടൻ, എന്താ അത് ഗൈസ്? കണ്ട ഗൈസ്, OCD എന്ന് പറഞ്ഞപ്പോ ഒരു മാനേഴ്സ് ഇല്ലാതാണ് ഗൈസ് കഴിക്കുന്നത്. ഒരു മാനേഴ്സ് ഇല്ല. എങ്ങനെ പിസ കഴിക്കണമെന്ന് പോലും ഇത്ര നാളായിട്ട് അറിയിച്ചില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടേ, നമ്മള് പിസ എടുത്തിട്ട് ഗൈസ് ഇത് ഭയങ്കര പുളി. നീ ഇതിന്റെ പേര് പറഞ്ഞിട്ടാ ഇത് ഓർഡർ ചെയ്തത്. എനിക്ക് പിസയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിസയില് നീയാണ് ഹാലപ്പീനോ അജിപ്പീർ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് പനീർ. പിസ പനീർ പിസ. ഇതിന്റെ അകത്ത് പനീറുണ്ട്. ഇത് പിസയാണ്. അപ്പൊ ഇത് പനീർ പിസ. എന്തത് പോയിരുന്നില്ല ഇവിടെ വെജ് KFC ഉണ്ട് ഗൈസ്. അവന് ഓസ്ട്രേലിയ നീ കഴിക്കലടാ. ഇതെല്ലാം വിഘ്നേഷിന്റെയാ. ബർത്ത്ഡേ ബൈ. ഒന്ന് വിഘ്നേഷിന്റെ ഗേൾ ഫ്രണ്ട് കൂടെ വരാത്തോണ്ടാണ് ഗൈസ് ഇത്ര വിഷമം. സോറി, ബെസ്റ്റി. സംഭവം അവള് വന്നപ്പോഴത്തേക്കും ബസ് എടുത്തു കേട്ടോ. ബസ് പോയി. നമ്മൾ വന്ന ബസ് പോയി. അവൾക്ക് ബസ് കിട്ടി. അതുകൊണ്ട് ഇന്ന് വന്നില്ല. കുറച്ചാ എന്ത് ഗൈസ്, നമ്മുടെ കേരളം എന്നല്ല, എവിടെ പോയാലും ഇതൊക്കെ ഒരുപോലെ തന്നെ ഉണ്ടോ. കുറെ മൈലുകൾ വരും, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കും. ജെൻസി സോറി ഞാൻ ആ റീല് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ജെൻ ആൽഫ ആൾക്കാരാണ് ഈ മൈലുകൾ വന്നിട്ട്. ഈ പിള്ളേര് സോറി ലൈൻ കട്ട്. ഈ പിള്ളേര് അവന്റെ ഭാഗത്ത് തെറ്റില്ല. അവൻ 90s. അവനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് എന്താന്ന് കിഡ്സ് പറയുമ്പോ എത്ര മുതലാന്ന് നീ ഗൂഗിൾ എടുത്തു ഇല്ല എന്റെ ഡൗട്ട് മാറ്റണം. ആണോ പോകോ? ഈ ഇരിക്കുന്ന സാധനം എല്ലാം ഇവന്മാര് തട്ടിയിട്ട് കഴിച്ചു. ഇപ്പൊ പാവം ഇവിടുത്തെ ചേച്ചി ഒന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതേ പോന്നു. മറ്റേ 3 എണ്ണം ഉണ്ട് ഒരുപോലെ ഇരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. നീ എന്ത് പിന്നെ പറഞ്ഞു? ഞാൻ എനിക്ക് മില്യണറോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഇവൻ ഞങ്ങളുടെയൊക്കെ ഗോഡ് ഫാദർ മൂത്താപ്പയാണ് ഗൈസ്.
ഞാനൊക്കെ 2001 ഇവൻ 96 കണ്ടോ. ഇവ മില്യണറാണ്. 98 ഇവ വെളിയിൽ പറയുന്നെങ്കിൽ ഇവന്റെ ആധാർ കാർഡിൽ 96. പക്ഷെ അതിന്റെ യാതൊരു ജാടയോ അഹങ്കാരോ. നമുക്ക് മാൻ ഓഫ് സിംപ്ലിസിറ്റി, ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഇവനാണ് മാൻ ഓഫ് സിംപ്ലിസിറ്റി ഗൈസ്. പോവാം, ഇനി അടുത്തത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അടുത്ത ഇനി ഡോറയുടെ വിഘ്നേഷിന്റെ പ്രയാണം എങ്ങോട്ടാ? കഴിഞ്ഞില്ലേ നമ്മുടെ 7 മണിക്ക് ബസ് കയറി പോവാ. എടാ ഒരു 5 പീസ് ബർത്ത്ഡേ ചെലവെന്ന് പറഞ്ഞിട്ട് ഒരു പിസ മേടിക്കും. ഒരു പിസയ്ക്കകത്ത് എനിക്ക് വന്ന് 4 പീസ് ഉണ്ട്. 4 പീസിൽ 3 പീസ് അവൻ തിന്നിട്ട് ഒരു അര പീസിൽ പകുതി എനിക്കും പകുതി ഇവക്കുമായിട്ട് തന്നു. എന്നിട്ട് പറയാം ബർത്ത്ഡേ കഴിച്ചത് 5 പീസ് ഉണ്ട്. ഞാൻ 1, ഞാൻ 2, 4, 5. ഞാൻ 2. എടാ കൊച്ചു മലരെ. നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് താമസിച്ച് വന്നാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് കടയിൽ കളക്ഷൻ വന്നു തുടങ്ങിയത്. ഇന്ന് സൺഡേ അല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു സാലറിയുടെ. അപ്പോൾ ഇന്ന് ആൾക്കാർ കുറേ വരുന്നു. അപ്പോൾ കളക്ഷൻ ഇപ്പോഴാണ് ഗൈസ് വന്നു തുടങ്ങിയത്. പക്ഷേ കളക്ഷൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ പിസ തീർന്നു. ഇനിയിപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇവന്മാർ ചൂലെടുത്തിരിക്കും. അമ്മച്ചി പൊളിച്ച് ഗൈസ്. ഡോറൊക്കെ ചവിട്ടി പൊളിക്കുന്നു. പിസ നാടാന്നൊക്കെ പറഞ്ഞിട്ട് ദേണ്ട് കാട് കുലിക്ക് നടന്നു വരുന്നു. കുട്ടിക്കുന്നു. അസ്തഗ്ഫിറുല്ലാ. എന്താണ് അല്ലേ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയാ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത പ്രയാണം അടുത്ത എങ്ങോട്ടാ? അടുത്ത ഞങ്ങള് ജ്യൂസ് കുടിക്കാൻ പോവാണ് ഗൈസ്. നടന്നുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നു. ഓ ജ്യൂസ് അല്ല, ഷേക്കാണെന്നാണ് അവൻ പറയുന്നത് അല്ലേടാ? അതെ. അടുത്ത നമ്മൾ ഷേക്കാണ് ഗൈസ്. ക്രോമേലോ? ഐഫോൺ ഒന്ന് അപ്ഡേറ്റ് ആക്കണം. ഇതിന്റെ അപ്ഡേഷൻ ഇന്ന് എടുക്കണം. ഇന്ന് പ്രോ എടുക്കണോ വേണ്ടത്? ഞാൻ ഇപ്പോൾ ഡോളേഴ്സ് അടിച്ചിറക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഉണങ്ങിയിട്ടില്ല. ഡോളേഴ്സ് ഉണങ്ങിയാലേ അത് കൊടുക്കാൻ പറ്റും. എൻ്റെ ഫോണൊന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. എൻ്റെ ഇപ്പോൾ 15 15 കൊടുത്ത് 16 ഒന്നാമതേ മൈക്കില്ലാത്തത് വോയിസ് ഒന്നും കിട്ടത്തില്ല. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭയങ്കര പാടാണ് ഗൈസ് ഇവിടെ നിന്ന് വ്ളോഗൊക്കെ ചെയ്യാൻ. ഞാനൊരു വ്ളോഗറാണെന്നുള്ളൊരു പരിഗണന പോലും ഇവിടെ എനിക്ക് ആരും തരുന്നില്ല. ഇൻസ്റ്റാഗ്രാം ഇന്നലെ ഒന്നുമില്ല. ഓക്കെ ബൈ ഗൈസ്. ഞാൻ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഗൈസ് ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഇവിടുത്തെ പഴയ യൂട്യൂബ് ചാനലൊക്കെ പൊടി തട്ടി എടുത്തിട്ട് പുതിയ വീഡിയോയും ബ്ലോഗൊക്കെ ഇടാനുള്ള പ്ലാൻ. എത്ര സബ് എത്ര? 30K സബുള്ള ഒരു വലിയ ചാനലാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താ എത്ര? സൂര്യയുടെ യാത്രകൾ. അതെ സൂര്യ മറ്റേ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണോ സൂര്യ ട്രിപ്പ് പോയേക്കുന്നത്? എവിടത്തേക്കും ട്രിപ്പിലേക്ക് കുറെ വീഡിയോയും വ്ളോഗൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് കാണത്തേ ഉള്ളൂ, അത് പബ്ലിക് ആക്കത്തില്ല. അല്ലേ സൂര്യ? 2022 ഒരു വീഡിയോയ്ക്ക് 186 വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ഇന്നലെ ഇട്ട വ്യൂസിന് 100 വ്യൂസ് അല്ല, ഇന്നലെ ഇട്ട വീഡിയോ എനിക്ക് 100 വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുക. അപ്പം ഓക്കെ ഗൈസ്, നമ്മള് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അവിടെ കൊള്ളാവുന്ന 2-3 പിസയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ പിസയൊക്കെ ഒന്ന് കണ്ട് എന്തായതാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പോയാൽ മതി. എടാ കുറച്ച് നേരം കഴിയട്ടെ, അവർ പിസ വന്നതല്ലേ ഉള്ളൂ. ഓക്കെ നമ്മൾ പിസ കഴിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊതുവിനെ പോയിക്കാനുള്ള പരിപാടിയാണ്. പറഞ്ഞോടാ, കുഴപ്പമില്ല. എന്റെ ചാനലല്ല, എന്തും പറയാം. ഞാൻ പേരിട്ടേക്കുന്ന അതിനാ. പറഞ്ഞോ. അപ്പൊ ഗൈസ്, സൂര്യക്ക് എന്തോ നെഞ്ചുവേദന അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ കുറച്ച് ചുമയുടെ മരുന്ന് മേടിക്കാൻ വേണ്ടി നമ്മളൊരു പെട്ടിക്കടയിലോട്ട് പോവാണ് ഗൈസ്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഓൺ ദ ഗോയിങ്ങിലാണ്. ഇനി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അതുവരെ ये हमारा फ्रेंड से है गुजरात है.
ഗുജറാത്ത് സ്മാർട്ട് ബസാർ. ഇതെന്താ? മിസ്റ്റർ DIY ഓൾവേസ് ലോ പ്രൈസസ്. ഇതാണ് ഇവിടുത്തെ ഇതാണ് ഗൈസ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അവൻ ചുമയുടെ മരുന്ന് മേടിക്കാൻ വേണ്ടി പെട്ടിക്കടയിലോട്ട് നീങ്ങുകയാണ്. ഇനിയിപ്പം മരുന്ന് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ചുമയായിരിക്കും ഗൈസ്. ഗുജറാത്തിലാണെങ്കിലും ദാണ്ട് ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഗുജറാത്ത് ആണെങ്കിൽ റിച്ചാ, നമ്മള് കുറച്ച് റിച്ചാ. പാന്റലൂൺസ് ഉണ്ട്, പിന്നെ സുഡിയോ ഉണ്ട്, മാക്സ് ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, പിന്നെ ലുലുമാൾ ഉണ്ട്, അരിപ്പുട്ടുണ്ട്, ഗോതമ്പുട്ടുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. വന്നു വീഡിയോ എടുക്കണ്ടെന്നാണ് അവൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അവൻ കുറച്ച് ഷൈ ആണ്. പക്ഷെ അപ്പോൾ ചുമയുടെ മരുന്നൊന്നും ഇതിൽ കാണിക്കേണ്ടെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇലക്ട്രിക്കൽ ടീമില് AGM, ഒരു സീനിയർ മാനേജർ, ഒരു ഡെപ്യൂട്ടി മാനേജർ, 2 GPs, ഒരു GT, 2 DT, ഇങ്ങനെ ഹൈറാർക്കി. അവർക്കെല്ലാം പുതിയ സാധനങ്ങളാ വരുന്നത്. ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യുന്നത്. റീഫർബിഷ്മെന്റ് അവർക്ക് കുറവാ. അടുത്ത നമ്മള് പാന്റലൂൺസിൽ കയറിയിട്ടുണ്ട്. ഗായ്സ്, ഇവിടെ കൊള്ളാമല്ലോ ഗായ്സ്. നമ്മൾ കളക്ഷനൊക്കെ എടുക്കാനാണെങ്കിൽ പാന്റലൂൺസിൽ വന്നാൽ മതി. നല്ല കളക്ഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. റിച്ച് ടീമുകൾ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. നമ്മൾ സ്റ്റുഡിയോയിലും മാക്സിലൊക്കെ കയറുമ്പോഴത്തേക്കും ഇത്രയൊന്നും വരത്തില്ല. പക്ഷേ നമ്മുടെ പാന്റലൂൺസിലൊക്കെ കയറുവാണെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് മിക്കതും കിട്ടില്ല ടീമുകളാണ് ആവശ്യം വരുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇവിടെ വരാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില. ഒരു ശുണ്ണി സാധനത്തിന് വരെ 499. ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തണോ അതോ? സോറി, ഞാനത് ഉൾപ്പെടുത്തുവേ. അതെൻ്റെ ഒരു കണ്ടന്റ് ആണ്. ഓക്കെ, സൂര്യക്ക് ഡ്രസ്സ് എടുക്കാനാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. സൂര്യ പറയുന്നത് മാക്സിമം ഒരു 3000 രൂപയാണ് ബഡ്ജറ്റ് അല്ലേ സൂര്യ? ഓക്കെ, മിനിമം. അതായത് ടോപ്പിന് 3000, പാൻറ്റിന് 2000, അങ്ങനെ 5K ആണ് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് ഇട്ടേക്കുന്നത്. നടക്കും എന്തേലും. പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഇത്ര ഉള്ളതുകൊണ്ട് ഇതിൽ നിന്നൊരു ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് നാളെ രാവിലെ വരാം. അപ്പോഴത്തേക്ക് നമുക്ക് കളക്ഷനൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ കൊച്ചു സമ്മതിക്കില്ല. അത് ഫ്രീയാ, എടുത്തോ. ഇതൊക്കെ എൻ്റെ പഴയ അമ്മച്ചിമാർ അണ്ടിയാപ്പീസിൽ പോകുമ്പോൾ കൊണ്ടുവന്നു. എന്താ ഇതൊക്കെ, എന്തൊക്കെയോ പറയുന്നു ഗൈസ്. കളക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വിഘ്നേഷ് നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ സ്വന്തമായിട്ട് കളക്ഷൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറെ വഴിക്ക്, സുര വേറെ വഴിക്ക്, വിഘ്നേഷ് വേറെ വഴിക്ക്. കളക്ഷൻ എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല, എല്ലാവരും അവരവരുടെ വഴിക്കാം. നോക്കട്ടെ, ചെക്ക് ഷർട്ട് കാണിച്ചേ. ഇത് നീ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രോൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, ബ്ലൗസും മുണ്ടും എടുത്തോണ്ട് റീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രോളാവും ചിലപ്പോ. ഞാൻ പറയും നീ പറഞ്ഞിട്ടാ എടുത്തേന്ന്. ഞാൻ പറയും അവരുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് നീ അതുപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പറയുന്നു പറയും. ബ്രോ, ഐ ഹാവ് പ്ലാൻസ്, മില്യൺസ് ഓഫ് പ്ലാൻസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് സംഭവം, കുറച്ച് സീനാണ് കണ്ടാ. പക്ഷെ സാധനങ്ങളൊക്കെ നൈസാണ്. ഇതാണോ നീ? നമ്മൾ നമ്മുടെ റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. 199, 99, 299. ഏത്? ഹായ് വാലന്റൈൻ. ഇതെടുക്ക് ചോമ്പെടുക്ക്. മോള് ബോയ് ഫ്രണ്ട്. ദൈവമേ, നീ എന്തെങ്കിലും എടുത്തിട്ട് ബില്ലടിക്കാന്തോ? അലാറോ അടിക്കുന്നു. വാലന്റൈൻ ഉള്ളവരൊക്കെ ഇങ്ങനെ ചുമപ്പ് ഇടണമെന്നാണ് ഒരു ഇത്. സൂര്യ എടുത്ത ഡ്രസ്സൊക്കെ ട്രയൽ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബോയ്സ് സെക്ഷനിലേക്ക് പോവാം. അവിടെ വിഘ്നേഷ് ആരെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടത് കൊള്ളാവോ കൊള്ളത്തില്ലേ നോക്കട്ടെ. മെൻസ് സൂപ്പർ. അത് ഇവിടെയല്ല, ഇനിയും മേലെ പോണം. ഹലോ, എത്തി.
സാധനം കയ്യിലുണ്ടോ, സാധനം കയ്യിലുണ്ടോ. കിട്ടി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവൻ ചുമ്മാ ഒന്നൂടെ. ഏതാ കണ്ട, ഞാൻ പറഞ്ഞില്ല കേശവ ഒറ്റയ്ക്ക് എന്തായാലും ഇവിടെ വരത്തില്ല, കൂടെ നിൽക്കുന്ന കണ്ടോ. ഏതാ എടുക്കാൻ പോണേ? ഇറങ്ങിക്കുന്നുണ്ട്. എനിക്കറിയില്ല. അവിടുത്തെ സെയിൽ കേള് ഇവരുടെ കൂടെ നടക്കുക കഴിച്ചു. ഏതാ എടുക്കുന്നത് സാർ, അതെടുക്കുക സാർ, ഇതെടുക്കുന്നോന്നൊക്കെ ചോദിച്ചിട്ട് അവ പെട്ട് നിൽക്കും. ഏതെടുത്താലും സാർ ഇതെടുക്കട്ടോ, ബില്ലടിക്കട്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ഷർട്ടിന് 1299. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആരോ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിറകിൽ. വീഡിയോ എടുക്കുന്നുണ്ടാണോ അതോ ഇനി എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് അറിയത്തില്ല. പെൺകൊച്ച് സെയിൽസുകൾ പിറകെ നടക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് സ്വിച്ചിൽ നിൽക്കാൻ തുറക്കുന്ന കവാടം. ആ हमारा दोस्त है. बटन तो दबाओ, डायरेक्ट चलेंगे. गाइस इतना देर നമ്മൾ ബട്ടൺ വെക്കാതെ തിന്നെ. ആ യെസ് യേ. ആഹാ നല്ല തണുത്ത 40K नहीं 39. ഓ ഗൈസ്, നമ്മൾ തെറ്റായ ഫ്ലോറിലാണ് വന്നത്. താഴെ ഗ്രൗണ്ട് അല്ലല്ലോ. ഗൈസ്, നമ്മൾ വന്ന സ്ഥലം തെറ്റാണ്. കവാടം തെറ്റായ രീതിയിലാണ് തുറന്നത്. അങ്ങനെ നമ്മുടെ റിച്ച് ഫ്രണ്ട് അവസാനം ഫൈനലൈസ് ചെയ്ത സാധനങ്ങളാണിത്. കാണിച്ചു. 1 2000, 1 1800. എന്താമോ കാശുകാരി തന്നെ. മറ്റേത് കാണിച്ചേ. അതെന്തിനാ ഇപ്പൊ പറഞ്ഞു? ആ നീ മുഖം ഒന്ന് കാണിച്ചേ. ഇത് എഡിറ്റ് ചെയ്തല്ലേ നീ? അടിക്കടി വില്ലടിക്ക. കാർഡ് എടുത്ത് വീശി സുര അങ്ങോട്ട്. എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കഴിഞ്ഞു. എത്ര ആയിരുന്നു? 50,000 ആയിരുന്നോ? 1.5 ലക്ഷം ആയിരുന്നു ഇന്നലെ കഴിഞ്ഞല്ലേ? ആ എന്തൊക്കെ കേക്കണോന്ന്. അയ്യോടാ, ഇത് കട്ടി കുറവാ, മറ്റേ കുറച്ചുകൂടെ സോഫ്റ്റ്. അയ്യോ ആ മനസ്സിലായി. ഇപ്പം അതാണോ ഇതെന്നാണോ അതോ ഇതാണോ അതെന്നാണോ? എന്താ പറഞ്ഞ നീ? അല്ല ഇതല്ല, അത് ഇതേപോലെ ആയിരുന്നു. ഓക്കെ. ഈ കടയിൽ നിന്ന് നിങ്ങളൊന്നും മേടിക്കരുത് ഗൈസ്. ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കരുത്, വീഡിയോ അലൗഡ് അല്ല എന്നൊക്കെ. ഇത് ഭയങ്കര ഉടായ്പാണ് കഴിച്ച്. ഇവിടുത്തെ സാധനങ്ങളൊന്നും കൊള്ളത്തില്ല, പന്ന സാധനങ്ങളാണ്. ആരും ഇവിടെ വരരുത്, പാൻറ്റലൂൺസ് പന്നലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ ബൈ ഗൈസ്. ഇവിടെ നിന്നും ഒരു സാധനം എടുക്കരുത്. ഇവിടെ അമ്മമാർ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ് ഞാൻ പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അത്രയ്ക്കും ബുദ്ധിയില്ലാത്തവന്മാരാണ്. സോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റലൂൺസിൽ ആരും വരരുത്, ആരും ഒന്നും എടുക്കരുത്. അവരുടെ അടുത്ത് വീഡിയോ എടുക്കലെന്ന് എന്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എടുത്തു. ഇവിടെ കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല, ആരും വരരുത്, ഒന്നും എടുക്കരുത് പറഞ്ഞു. അല്ലല്ല, ആ അമ്മച്ചി ഇവനെ ഫോളോ ചെയ്ത്, അമ്മച്ചി അല്ല ഒരു കൊച്ചു ഒരു ചേച്ചി ഇവനെ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പം ഇവിടെ പുരുഷന്മാർക്ക് പോലും ഒരു ഇത് സേഫ്റ്റി ഇല്ലാത്തൊരു കടയാണ് പാൻറ്റലൂൺസ്. നിങ്ങൾ ആരും അതുകൊണ്ട് വരരുത്. ഇവൻ ഇത്ര നേരം പറഞ്ഞത് പ്രാങ്ക് ആയിരുന്നു ഗൈസ്. ഇതെങ്ങനെ എടുത്ത് അവര് വീഡിയോ എടുത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷൻ പോകുന്നു പറഞ്ഞ് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. സോ ഇതെന്റെ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. പറ്റിച്ചേ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ എന്റെ ഈ വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ എന്നൊക്കെ എന്റെ ഒരു ഗസ് ഇങ്ങനെ തോന്നുന്നു. ചിലപ്പോ വൈറലായി കഴിഞ്ഞാൽ ഇതെടുത്ത് കേസ് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോവും. എൻ്റെ എനിക്ക് യൂട്യൂബിലെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 1.5 ലക്ഷം രൂപയാണ് എനിക്ക് മാസം കിട്ടുന്നത്. അത് വെച്ചൊന്നും കേസ് നടത്തുന്ന കാര്യം ഇമ്പോസിബിൾ. സോ ഞാനൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഗൈസ്. അത് അബ്സല്യൂട്ട്ലി പ്യുവർ പ്രാങ്ക് ആയിരുന്നു അല്ലേ വിഘ്നേഷ്? യെസ്.
സൂര്യ അത് പ്രാങ്ക് ആണെന്ന് പറ സൂര്യ. ഞങ്ങളുടെ സൂര്യ സാധനം മേടിച്ചിട്ടുണ്ട്. ഡോളേഴ്സ് എണ്ണി എറിഞ്ഞിട്ടാണ് മേടിച്ചേക്കുന്നത്. 4999 രൂപ. ഒരു ഷർട്ടും ഒരു ഇതും മേടിച്ചത്. ഓക്കെ വേറെ എങ്ങോട്ടേലും പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം. അല്ല, ഇതിന്റെ ബാക്കി തന്നെ പുതിയ വീഡിയോ അല്ല, ഇതിന്റെ ബാക്കിയായിട്ട്. അലമ്പ് ഇവിടെ കിടന്ന് അടിയും വിഷയമാണ്. ഓക്കെ ഗായ്സ്, അടുത്ത് നമ്മൾ ക്രോമയിലാണ്. ഐഫോൺ എടുക്കാൻ വന്നേക്കുവാണ്. ഐഫോൺ ക്രോമയിലും വീഡിയോ എടുക്കലെന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ അതിന് മുന്നേ സാധനം വീഡിയോ എടുത്തിട്ട് ഇറങ്ങണം കേട്ടോ. ഏതാ എടുക്കുന്നത്? ഇതിന്റെ പൈസ ഇല്ലെങ്കിൽ എടുക്കുന്ന ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വില വരിക? 39,999. സൂര്യ ഐഫോൺ എടുക്കാൻ പോവോ ചെറുക്കൻ? എന്നാ പിക്സൽ എടുക്കാൻ പോവാ. വില ഒരു വിഷയമല്ല. ഫ്രണ്ട് ക്യാമറ ആണാക്ക, ഫ്രണ്ട് ക്യാമറ ആണാക്ക. നമ്മുടെ ഫോട്ടോ എടുക്കും. ഇതിങ്ങനെയല്ല മറ്റേത്. അല്ല, നീ നേരെ തന്നെ വെച്ചാൽ മതി. ഫ്രെയിം ചെറുതായിക്കൊണ്ടേയിരിക്കും. ആദ്യം നിന്റെ കയ്യിൽ പോയി, ഇനി ദൂരോട്ട് വെക്ക്. ഇത് എവിടെ പോയാലും കൊച്ചുമൈനായിട്ട് വിലയൊക്കെ അറിയോ? ഇവനൊക്കെ ഇതെടുത്ത് തറയിട്ടാലോ കേറുന്നില്ല. വരും താണ്ട വന്ന്. നീ ചെറുതാക്കിയതാ? അല്ലാണ്ട് തന്നെ വരുമല്ലോ. എടാ, ഇതൊക്കെ എന്റെ ഉണ്ട്, പക്ഷെ ഞാൻ ഇടാതെ ഇല്ലയോ. പക്ഷെ ഇത് കുറച്ച് എടാ, നമുക്ക് ടിവിയുടെ നോക്കിയാലോ? എനിക്കൊരു ടിവി ഗൈസ് ഇവിടെ ആരും എന്തോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. സൂര്യ എന്തോ എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എനിക്കൊരു ടിവി മേടിച്ചാ കൊള്ളാന്നുണ്ട്. ടിവിയെ പറ്റി നിനക്ക് എന്തേലും അറിയോ? എന്താണ്, എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ? ഏതാ ഗൈസ്? താണ്ടോ സീരിയൽ ഇപ്പൊ സീരിയൽ ഇടുമെന്നും പറഞ്ഞ് കുറച്ച് അമ്മച്ചിമാര് ഇവിടെ സീരിയൽ കാണാൻ ഇരിപ്പുണ്ട്. ഇവിടെ സീരിയൽ സീരിയൽ ഇടത്തില്ല എന്ന് ഇവരോട് ആരോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവര് സീരിയൽ കാണാൻ വേണ്ടി കണ്ട ഇവിടെ വന്നിരിക്കുന്ന കേട്ടോ, പാവം. ഇതിന്റെയൊക്കെ കട്ടി നോക്കി, ഇത്രേ ഉള്ളൂ. ഇത്രയും കണ്ട. ഈ ടിവിയുടെ വില എത്ര? 33,000 രൂപയ്ക്ക് നമുക്ക് ഈ ടി വി കിട്ടും. ഇവിടെ ഭയങ്കര ഓഫറാണ് നടക്കുന്നത്, അതിരടി ഓഫർ കേട്ടോ. LG OLED അതിന്റെ വിലയാണ് നമ്മൾ കണ്ടത്. 33,900. ഭയങ്കര ലാഭം, അതിരടി ലാഭം. TV നമ്മൾ മേടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ടിവിയുടെ താഴെ സെറ്റ് ചെയ്യാൻ ഒരു ഹോം തിയേറ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്കിൾ JBL അല്ല അങ്കിൾ, JBL ദാണ്ട ഇവിടെ ഉണ്ട്. ഇതെന്താ? ഇത് ശുണ്ണി സാധനങ്ങൾ. ഇത് നമുക്ക് റൂമിൽ മാർഷലിന്റെ മേടിക്കാം. മാർഷൽ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടായിരുന്നു. മാർഷല് അതുകൊണ്ട് അറ്റത്തിരിക്കുന്നു കേട്ടോ. ദൈവമേ, ഇതിപ്പോ താഴെ വീണ് എന്റെ കൈ തട്ടി അറ്റം വരെ വന്നു. അടി, ഇതൊരെണ്ണം മേടിച്ചാലോ? ഇതൊരെണ്ണം മേടിച്ചാ പൊളിക്കും. ഗൈസ്, ഇതാണ് ടെക്കി വിഘ്നേഷ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഈ ക്രോമ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. നടക്കുവോ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. നീ യൂട്യൂബ് എടുത്തേ, ഇതെങ്ങനെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന സെറ്റിങ്സിൽ ഇതിന്റെ ഇത് എവിടെ? റോം ഡിസ്പ്ലേ ഇതെല്ലാം എവിടെ നോക്കുന്നത്? ഹാക്കറാണെന്ന് പോലും. ഹാക്കർ അറിയോ? ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നത്. 10 മിനിറ്റ് തൊട്ട് ഇവിടെ കുത്തു. അടുത്ത ഹാക്കർ വന്നിട്ടുണ്ട്. എന്താണ് പ്രോ? ഇപ്പൊ ഇവിടെ ഒരു കീ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരേ ഒരു ഉത്തരവാദി നീ ആയിരിക്കും. ഗൈസ്, രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് ഹാക്കിങ് ചെയ്യുന്നുണ്ട്. ആരായിരിക്കും ആദ്യം ഹാക്ക് ചെയ്തതെന്ന് ആദ്യം നമുക്ക് നോക്കണം. എന്താ ഇതൊക്കെ? ഈ കിളിയുടെ തുണ്ട് കാണാനൊന്നും ഇത് ഓണാക്കിയേ?
ഇതാ ഗൈസ് ഇനി അതല്ല, ഇത് അവസാനം ഇത് അവസാനം ഇതല്ല. അവസാനം റാം റോം സൂര്യ ഹാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വേണം. ആ ഡിസ്ക് ഇട്ടാ. ഹാർഡ് ഡിസ്ക് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഇതിൽ കൂടെ തെളിഞ്ഞു വരും. ഇത് ഇന്റേണല്ലേ ഇന്റേണല് റോം എവിടെ സി ഡ്രൈവ് എടുത്തിട്ട് ഇപ്പൊ ഇതായിരിക്കും നോക്കാം. വേറെ നിനക്ക് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് റാം ഇതിന്റെ മൊത്തം ഇങ്ങനെ കാട്ടും. സൂര്യ നീ നാണം കെടുത്തല്ലേ എന്നെ. കാണിക്കാൻ ഞാൻ നീ മെയിനാന്നും പറഞ്ഞ നിന്നെ വിളിച്ചു വരുത്തി. നീ എടുത്തു നിന്റെ കുറെ കൊല്ലം നമ്മുടെ ലാപ്ടോപ്പ് ഇല്ല. ഇത് പിന്നെ എന്റെ ലാപ്ടോപ്പ് ഞാൻ ആമസോണിൽ ലൈറ്റ് എത്തിക്കാൻ അറിയോ? അത് എന്റെ പറ്റൂ. എങ്ങനെയാണ്? എന്നാ എങ്ങനെ അറിയില്ല. എന്റെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണോ? കത്തുവോ? പിന്നെന്താണ് ഇത് അതാണ് ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. പിന്നെ? ഇന്ത്യ ഇത് ഡെല്ല് അത് തന്നെ റോഗിന്റെ തന്നെ. അയ്യോ അയ്യോ പൊട്ടിയാണ്. കാണാണ്ട ലൈറ്റ് കണ്ട പച്ചയൊക്കെ അടി കത്തുന്നുണ്ട്. ഞാൻ കത്തിച്ചു. പിന്നെ കാര്യമായിട്ട് നോക്ക്. ഇതാണ് കത്തിക്കുന്ന സാധനം. അവിടെ കത്തണില്ലല്ലോ. ഗൈസ് എങ്ക പത്താല് ഇവന്മാരുണ്ട് ഗൈസ്. എവിടെ പോയാലും ഉണ്ട്. നമ്മൾ പുതിയൊരു ഗാഡ്ജറ്റാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഇതാണ് ഗൈസ് പുതിയ മൗസ്. ഇത് ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്. ഇതിന്റെ വില വരുന്നത് നമ്മളിത് 1199 രൂപയാണ്. എൻ്റെ ചാനൽ കണ്ട് ഇവിടെ വരുന്നവർക്ക് നമ്മൾ 599 രൂപയ്ക്ക് സാധനം കൊടുക്കും. അടിച്ചേൽപ്പിക്കും. നമ്മൾ സാധനം സൂപ്പർ സാധനമാണ് ഗൈസ്. പിന്നെ വേറെ സാധനമുണ്ട് ഗൈസ്. ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫറാണ് 2099, 5099. എൻ്റെ വീഡിയോ കൊണ്ട് ഇവിടെ വരുന്നവർക്ക് 1999 രൂപയ്ക്ക് നമ്മൾ സാധനം കൊടുക്കും ഗൈസ്. കിടില സാധനമാണ്. ഇതിട്ട് ഇവിടത്തെ ഏത് കൂട്ട് വേണമെങ്കിലും നമുക്ക് നോക്കാൻ പറ്റും ഗൈസ്. സാംസങ് ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നതായിരിക്കും. നമുക്കിത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 41,999 ആണ്. നമ്മളിത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? നമ്മള് എല്ലാ ഓഫറും എല്ലാം നമ്മുടെ ഷോ മാനേജർ നല്ലതെന്ന് വെച്ചാൽ അതുകൊണ്ട് 32,000 രൂപ. ഫൈനല് നമ്മള് ഈ സാധനത്തിന് 41 രൂപ സാധനം 13 നമ്മൾ 32 രൂപയ്ക്കാണ് ഗൈസ് നമ്മൾ സാധനം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഐഫോൺ 8 മോഡലാണ് നമ്മൾ ഗൈസ് അടുത്ത് നോക്കുന്നത്. ഇത് ഐഫോൺ അല്ല ഗൈസ്, ഓപ്പോ ആണ്. ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് എത്ര രൂപയാണ്? ഇത് 35 രൂപ സെയിം. ഗുജറാത്ത് ന്യൂ ഇയർ ആണ്. ഇത് നമുക്കൊരു 35 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് 35 രൂപയ്ക്ക് നമ്മൾ ഈ സാധനം കൊടുക്കും ഗൈസ്. ഐഫോൺ നോക്കിയാലോ? ഐഫോൺ എത്രയാണ് കൊടുക്കാൻ പറ്റും? ട്രൈപോഡ് നീ നോക്കിട്ടോ. നമുക്ക് ഐഫോൺ എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്നത് 16 ആണ് നമ്മുടെ ഇവിടെ നന്നായി. ഈ ഗുജറാത്തിൽ ഇപ്പൊ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന എയർ ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് 97,900. നമ്മൾക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ ഇവിടെ വരുന്നത് 85,000 രൂപയാണ്. 85,000 രൂപയ്ക്ക് ഓഫറും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 87,000. 87,000 രൂപ. പിന്നെ 17 Pro Max ഉണ്ട്. അത് എത്രയാണ് കൊടുക്കാം? അതിന് വിലയുണ്ട്. 1,45,900. 1,46 രൂപ. അപ്പൊ നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? 46 പറയുമ്പോ നമ്മളിപ്പോ ഒരു 35 അത്രേ ഉള്ളൂ. അതിപ്പോഴും നല്ല മൂവ്മെന്റ് ഉള്ള ഫോണാണ് ആണല്ലേ. നമുക്കൊരു 1,30 കൊടുക്കാം. അപ്പൊ 1,30 നമ്മൾ ആ സാധനം കൊടുക്കും. അടുത്ത നമ്മൾ വന്നേക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് സൂര്യയുടെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇത് എത്രയാണ്? ഇതിന്റെ വില പറ. വില എത്ര? 1,500. നമുക്കിത് എത്രയാണ് കൊടുക്കാൻ പറ്റും? നമുക്ക് എത്ര? 800 രൂപയ്ക്ക്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് സൂര്യയുടെ ഷോപ്പിൽ വരുന്നവർക്ക് നമുക്ക് 800 രൂപയ്ക്ക് സാധനം കൊടുക്കാൻ പറ്റും. അടിച്ച് അത് കാണിക്ക, തറയിലൊക്കെ ഇട്ട് കാണിക്കുക, അതിന്റെ ക്വാളിറ്റി കാണിക്കേ. ഓ ഗൈസ് താണ്ടേ ഇത് പൊട്ടിച്ച. ഓക്കെ ഗൈസ്, അപ്പൊ എത്ര 300 എത്രയാണ് കൊടുക്കുന്നത് നമ്മളിത് എത്രയാണ് കൊടുക്കുന്നത്? പുതിയ ഓഫറാണ് ഗൈസ്. വാലന്റൈൻസ് ഡേക്ക് കപ്പിളായിട്ട് വരുന്നവർക്ക് നമ്മള് 1,499 സാധനം നമ്മൾ 499 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. മെഗാ ഓഫർ. എല്ലാരും വന്നു. പോവാ. നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിരിക്കുന്നു. നമ്മളങ്ങനെ ക്രോമ കഴിഞ്ഞു.
ഇനി അടുത്ത് നമുക്ക് ഫുഡ് ബ്ലോഗാണ് ഉള്ളത്. അടുത്ത് നമ്മൾ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ ബാക്കി വിലകളും വിശേഷങ്ങളും നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ ക്രോമയില് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമ്മൾ പറഞ്ഞ വിലയ്ക്കായിരിക്കും സാധനം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ജസീം _2255 ഇതായിരിക്കും നമ്മുടെ കോഡ്. ഇത് കോഡൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇമാര് കുണ്ടിക്കടിച്ച് പറഞ്ഞു വിടും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിലാണ് ക്രോമ. ഇത് ഗുജറാത്തിൽ വേറെ നിങ്ങൾ വരേണ്ടി വരും. ഗുജറാത്തിലെ ഔട്ട്ലെറ്റിൽ മാത്രമേ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വ്ളോഗിന്റെ ഇത് കണ്ടിട്ട് ഈ കടയിലെ മാനേജർ നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇതിൽ പ്രൊമോഷൻ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ഈ കടയിലായിരിക്കും പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വരുന്നത്. ഇതും ഗുജറാത്തിലെയാണ്. ഓക്കെ പൈസ അത് കണ്ട ആ ബലൂണിന്റെ ഉടമസ്ഥൻ. പാവം കൊച്ചു. ഇതൊക്കെ ഗുജറാത്തിലെ അവസ്ഥകളാണ് ഗൈസ്. ഇതൊക്കെയാണ് ഡാർക്ക് സൈഡ് ഓഫ് ഗുജറാത്ത്. അപ്പോ ഇന്ന് നമുക്ക് ഒരു ഫുഡ് ചാലഞ്ച് ഉണ്ട് ഗൈസ്. ഫുഡ് ചാലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? വിഘ്നേഷ്, ഓ ഫുഡ് മേടിക്കുന്ന നീയല്ലേ, അപ്പൊ നീ എന്തായാലും പങ്കെടുക്കാം. അങ്ങോട്ടല്ല ഗൈസ്, ഇങ്ങോട്ട്. അപ്പോ ഫുഡ് ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഇത് ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് അവിടുത്തെ ഒരു ഇത് നടക്കുന്നുണ്ട്. 999 അതായത് 999 ഒരു ഫുൾ തന്തൂരി, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ 1 ഹൈദരാബാദി ബിരിയാണി, പിന്നെ വേറെ എന്തോ റൊട്ടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരാൾ കഴിക്കുവാണെങ്കിൽ പൈസ കൊടുക്കണ്ട. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ അല്ല വന്നേക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ചെറിയ കടയിലാണ്. നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ടീംസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ കടയിലോട്ട് പോകാം. ഓക്കെ, ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ള ടീമുകളാണ്. ആദ്യം നമുക്ക് പോയി നമ്മുടെ കടയെത്തി ഗൈസ്. നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ വേണ്ട ഈ കാണുന്ന ജാസ് ആണ് നമ്മുടെ കട. ജസീം ജാസ്. ഓക്കെ, ജാസ് ഫാമിലി കോർണേഴ്സ്. ഇതാണ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന കട. ഇന്ന് എല്ലാ ഫുഡ് പരമ്പര ദൈവങ്ങളെയും വിളിച്ച് അങ്ങോട്ട് കയറുന്നു, കഴിക്കുന്നു. എണ്ണയ്ക്കൊരു പൊടി അടക്കം അല്ലേ. ജാസ് ദ ഫാമിലി കോർണർ നമ്മൾ സ്ഥിരം വരുന്ന കടയാ, അതുകൊണ്ട് പുള്ളിക്ക് നമ്മളെ അറിയാം. ചേട്ടാ, ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വരുന്നത്. ഇവിടെ മട്ടൻ ചില്ലി, ചിക്കൻ കർമ്മ, ചിക്കൻ അടക്കം. ചേട്ടൻ നൈസായിട്ട് നമ്മളെ തേച്ച് കഴിച്ചു. അതില്ല ഇന്ന് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം പ്രീമിയം ടച്ചൊക്കെ ഉണ്ട്. കമ്മോൺ, നമ്മൾ ഇതിനാണോ വന്നത് സുര? തെറ്റെൻ്റെ ഭാഗത്താണ്. നിന്നെ ഇവിടെ ആദ്യം കൊണ്ടുവന്നത്. നമ്മൾ ഇവിടെ വേണം ഇരിക്കും. ഐ പ്രസന്റ് സാർ, ഞാനുണ്ട്. നിനക്ക് നീ കഴിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്ക് തന്നാൽ ഞാൻ കഴിച്ചോളാം. നീ എന്താ കഴിക്കുന്നത്? നമ്മുടെ ഫുഡ് ചലഞ്ച് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് പരിചയമുള്ള ചെറുക്കനുണ്ട്, ആനന്ദ് എന്ന് പറഞ്ഞ ചെറുക്കനുണ്ട്. പുള്ളിയെ നമുക്ക് വെജിറ്റേറിയൻ ആക്കാം. നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നമുക്ക് അറിയാവുന്ന ഒരു ചെറുക്കനാ, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കൂടെ ഉള്ളതാ. വിഘ്നേഷ്, നീയോ? സുര, വി ആർ ഇൻ ഗുജറാത്ത്. ഇവിടെ വെറൈറ്റി ഒന്നും ഇല്ല. എന്താ ഇതിലെന്താ വെറൈറ്റി ഉള്ളേ? നീ എന്നാ ഇന്ന് വേറെ ഒരെണ്ണം പറ. ബാക്കി കഴിക്കാല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. ഐ ആം ഹിയർ. നിനക്കെന്താണ്? എനിക്ക് ഹാഫ് തന്തൂരി. അല്ല, എന്നാ എനിക്ക് ഞാൻ മാറ്റി ഹാഫ് തന്തൂരി വേണ്ട. ഞാനിന്ന് വെറൈറ്റി പിടിക്കാൻ പോവാ. നോക്കട്ടെ, മെനു നോക്കട്ടെ.
അവിടെ മെനു വന്നേ. ഗൈസ് ഞാനിന്ന് ഇതിന്ന് ഒരു മിനിറ്റ് ഗൈസ്, ഞാനിത് നോക്കിയിട്ട് ബാക്കി പറയാം കേട്ടോ. വെറൈറ്റി ആയിട്ട് ഹാഫ് തന്തൂരിയും പിന്നെ 2 ചീസ് നാനും പിന്നെ കുറച്ച് ഗ്രേവിയും ഒരു ചാസും ഇത്രേ ഞാൻ ഓർഡർ ചെയ്തോളൂ ഗൈസ്. ഇവന്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ എന്താ ഓർഡർ ചെയ്തേ? ചിക്കൻ ബിരിയാണി. ഫുൾ തന്തൂരി. സൂര്യ നീ എന്താ ഓർഡർ ചെയ്തേ? വെജ് ഹൈദരാബാദി ബിരിയാണി. വെജ് ഹൈദരാബാദി ബിരിയാണി. എല്ലാരും വെച്ചാണോ? ഞാനും ഇവര് മാത്രമേ ഉള്ളൂ. എല്ലാരും പറയാം നമ്മൾ 3 പേരല്ലേ. നമ്മൾ 3 പേരല്ലേ, നമ്മുടെ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പുറത്ത്, അവരൊക്കെ ഇപ്പൊ വരും. നമുക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമ്മള് റിസർവ് ചെയ്ത ടേബിളാണ് 1, 2. ഈ 2 ടേബിൾ നമ്മൾ റിസർവ് ചെയ്തതാ. 2, 4, 5, 6, 7, 8, 9, 10 പേരുണ്ട്. നമ്മളിപ്പോ 3 പേര് ആണ് ആദ്യം വന്നേക്കുന്നത്. ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോ ബാക്കി അവര് വന്നിട്ട് ഓക്കെ. നമ്മുടെ ആദ്യത്തെ പച്ചച്ചോറ് വന്നിട്ടുണ്ട്. ബസ് എത്ര മതിയോ? നിങ്ങളെടുത്തിട്ട് ബാക്കി ചട്ടിച്ചോറിങ് എനിക്ക് തന്നാ ഞാൻ. എങ്ങനെയുണ്ട് ഇതിനെ പറ്റിയുള്ള ഇതിന്റെ 10ൽ 4. സൂര്യ നിന്റെ മലയാളിയുടെ കട. അപ്പൊ 4 കുറച്ച് പയ്യെ പറഞ്ഞാൽ മതി കേട്ടോ. 10ൽ 4. ചേട്ടാ കുറച്ച് ചാറ്, മീൻ ചാറോ ഇറച്ചി ചാറ്. സൂര്യ പീസ് ഉണ്ടോ? ആ കൊണ്ട. മയോണൈസ് എടുക്ക്. എടാ എടുക്ക് സാധനം എടുക്ക്. ഒരു 2 സ്പൂണ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. നീ 2 സ്പൂണ് കിട്ടട്ടെ. കണ്ട സൂര്യ ഡയറ്റിലാണ് ഗൈസ്, ഇത്രേ കഴിക്കത്തുള്ളൂ. പുള്ളിയോട് ഇച്ചിരി ചാറ് വെച്ചപ്പോ പുള്ളി ഒരുമാതിരി പുള്ളിയുടെ മോളെ കെട്ടിച്ചേരുമ്പോ ഒരു വൈബ് ഗൈസ്. ഞാൻ കുറച്ച് ചാറേ ചോദിച്ചോളൂ. ഞാൻ കൊല്ലംകാരനാണ്. ചാറും പൊടിയാത്ത പപ്പടമൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇന്നിവിടെ പുള്ളി വരുന്നുണ്ട്. ഇനി എനിക്ക് ഒന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുള്ളിയാണ് കഴിച്ചത്. അത് ഗൈസ് ഇതാണ് എൻ്റെ ഫുഡ്. ഞാനെങ്കിൽ ഡയറ്റാണ്. ഒരു നോൺ ഓയിലി തന്തൂരി വേണോ ചോദിക്കും, വേണ്ടെന്നേ പറയാവൂ. പന്നി അവൻ്റെ എത്ര ഇതോ ഇത് മതി ഗൈസ്. ഭയങ്കര സ്നേഹമുള്ള ചെറുക്കനെ ശുണ്ണി പീസ എടുത്തുള്ളൂ. എടാ ഞാൻ ഇവനോട് പറഞ്ഞ ഫുള്ള് ചെസ്റ്റ് പീസ്. ഫുള്ള് ചെസ്റ്റാ. ലെഗം കാണാൻ തന്നാലും ഇന്ന് അട്ടി കാണുന്നില്ല. ഞാൻ എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ചെസ്റ്റ് പീസ് മാത്രം മതിയെന്ന്. ഭാഗ്യം അവൻ ചെസ്റ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഗൈസ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അടുത്ത സാധനം എത്തിയിട്ടുണ്ട്. ഇതേതാ? ഇത് മിഷ്വാസി ചിക്കോ. ഇത് ചൈനീസ് ഫുഡാണ്. പിന്നെ എൻ്റെ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ചീസ് റൊട്ടി. പിന്നെ ഈ ഗ്രേവി ചോദിച്ചു തന്നെയാണ് പുള്ളി ഡയലോഗ് അടിച്ചത്. ഇത് ഗ്രേവി ആണോ നോക്കട്ടെ, ചിക്കനാണോ മട്ടനാണോ നോക്കട്ടെ. സാധനം കൊള്ളത്തില്ലെങ്കിൽ ഇന്ന് കൊല്ലംകാരൻ്റെ സ്വഭാവം എന്തോന്ന് ഇയാളറിയും. എടാ എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ട് പോയാലോ? ഫുഡ് ബ്ലോഗ് ആയിരുന്നു നിങ്ങൾ. ശരിയാ, പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഗൈസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതേ പ്രശ്നമാണ്. ഞാനും അണ്ണനും. ഇവനൊക്കെ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഇപ്പൊ ഇറങ്ങും, നാളെ ഇറങ്ങുന്നു പറഞ്ഞു നിൽക്കുക ഗൈസ്. ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കൊച്ചു ഫെബ്രുവരിയിൽ ഇറങ്ങുമെന്ന് ഉറപ്പിച്ച്. പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്ന് എൻ്റെ വീട്ടിലെ ലോൺ, എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ തീരുവാണോ അന്ന് ഞാൻ ഇവിടുന്ന് റിസൈൻ ഇടും ഗൈസ്. സത്യം. അത് തീരണമെങ്കിൽ മിനിമം ഒരു 5-6 കൊല്ലം. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ പിന്നെ അത് പെട്ടെന്ന് തീരണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യണം. അപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ ഇതൊരു മെയിൻ പരിപാടിയാക്കി എടുക്കാനാണ് എൻ്റെ ഒരു ഇത്. അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അയ്യോ ചെറുക്കനൊക്കെ തളവുക. ഓ അഭിനയ ചക്രവർത്തി തന്നെ. അപ്പോൾ അയ്യോ ഇതൊക്കെ എൻ്റെ പ്രോപ്പർട്ടീസാണ് ഗൈസ്. ഇതെല്ലാം എൻ്റെ ഇത് രണ്ടും ഇവൻ്റെ, ഇത് സുരയുടെ. അയ്യോ വയ്യ ഗൈസ്. അമ്പോ ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതിനെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്തു ഗൈസ്. എൻ്റെ മാക്സിമം ട്രൈ ഞാൻ ഇട്ടു. എൻ്റെ ട്രയൽ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ടിട്ട് കുറച്ച് പരിപാടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ കണ്ടതിൽ ഗുജറാത്തിൽ ഏറ്റവും നല്ലൊരു ചെറുക്കൻ ഇവനാണ്. ബില്ല് പേ ചെയ്തുകൊണ്ട് മാത്രമല്ല. ചെയ്തോ? നല്ലൊരു ചെറുക്കനാണ്. കല്യാണാലോചനകളൊക്കെ നോക്കുന്നുണ്ട്. വയസ്സ് 28 നല്ലൊരു ചെറുക്കനായവ. ഓക്കെ. അപ്പം എൻ്റെ കരിയറിൽ ഇത്രയും മോശപ്പെട്ട ഒരു ചെറുക്കനെ കണ്ടിട്ടില്ല. വെള്ളമടി കഞ്ചാവലി മൊത്തം ഉണ്ട്. അഴിക്ക ചെറുക്കൻ തന്തേക്കാ മോശം. കഴിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നമ്മുടെ റിക്ഷ മാമനെ തിരക്കി നടക്കുവാണ്. റിക്ഷ മാമനെ നോക്കണം നമുക്ക്. നമ്മൾ അടുത്ത നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോക്കാരന്മാരെ പറ്റിക്കണം. അതുകൊണ്ട് ഇവർ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട്. അവരൊരു 500 പറയും, നമ്മളൊരു 300 പിടിക്കണം. അപ്പോൾ നമ്മൾ സുരയാണ് ഇന്ന് ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. 400? എടാ നമ്മൾ ആൾക്ക് 100 ഇട്ട് 300 കൊടുക്കാന്ന്. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, നീ 200, നീ 100, ഞാൻ 100. എന്തായാലും ഫുഡിന്റെ പൈസ കൊടുത്തല്ലേ. ഗൈസ് സൂര്യ തുടങ്ങിയിട്ടുണ്ട്. कॉलोनी वेस्ट कॉलोनी वही ഹിന്ദി തുപ്പാണ് ഗൈസ്. ഹിന്ദി വാരി തുപ്പി അവസാനം 400 രൂപ അയാൾ ഒറ്റയടിക്ക് പറഞ്ഞു ഗൈസ്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവിടെ വികലാംഗനായിട്ട് അഭിനയിച്ച് ഗൈസ്. ഒരാവശ്യം വന്നില്ല. അവിടെ പോയിട്ട് അറിയാം പൈസ ഇല്ല ഗൈസ്. ഇവിടത്തെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഓട്ടോക്കാരുടെയിലും ഗൂഗിൾ പേ ഇല്ല. അവരെല്ലാം ക്യാഷാണ് ചോദിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ഉള്ളൂ. നമ്മളത് ഇപ്പോഴേ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളിവിടെ ഇറക്കി വിടും. അപ്പോൾ നമ്മുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എത്തിയിട്ട് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ, അയ്യോ ഞങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉള്ളല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ പേയുടെ കാര്യം. ഈ ഓട്ടോയിലൊക്കെ ഇരുന്ന് പെണ്ണുങ്ങളെങ്ങനെ എസ്തെറ്റിക് ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ എന്തൊരു കുലുക്കമാണ് ഇതിൻ്റെ. എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല ഗൈസ്. നമുക്ക് പറ്റുന്നില്ല ഗൈസ്. നമുക്ക് ഓട്ടോയൊന്നും അഫോർഡബിൾ. ഞങ്ങൾ മാക്സിമം ലക്സറി കാറുകളിൽ മാത്രം സഞ്ചരിക്കുന്ന കുറച്ച് ടീമുകളാണ് ഞങ്ങൾ. പുറത്തുനിന്നൊക്കെ കാറ്റൊക്കെ അത് ഇത് ഫുൾ ഓപ്പൺ ആണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടുത്തെ ഓട്ടോയ്ക്ക് ഒട്ടും സേഫ്റ്റി അല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല. നമ്മൾ ഭയങ്കര ഡേഞ്ചറസ്. സുരക്ഷിതമല്ല അല്ലേ നമ്മൾ സുരക്ഷിതമല്ല ഗൈസ്. ഇതില് ഏതൊരു വണ്ടിയിൽ പോയാലും സൂര്യനെ നോക്കണം. അവനൊന്നും നോക്കണ്ട. അവര് നോക്കി ഗൈസ്. എല്ലാവർക്കും സൂര്യ മതി. എല്ലാവരും സൂര്യ തന്നെ നോക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി സൂര്യ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രോപ്പിലേക്ക് പോവാം. സൂര്യയുടെ ഡ്രോപ്പ് പോയിന്റിലേക്ക് പോവാണ്. ഇനി സൂര്യ അവിടെ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നല്ല വേണം.
അപ്പോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനിയും കുറെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇനി വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ല. അതൊക്കെ കുറച്ച് വയലൻസ് നിറഞ്ഞ കാര്യങ്ങളായിരിക്കും. കോഴിക്കടയിൽ നിന്ന് കോഴിയെ വെട്ടുന്നതൊക്കെ കുറച്ച് വൾഗർ ആയിട്ടുള്ള വിഷയമാണ്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത്ര വയലൻസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യില്ല. കൊച്ചു കുട്ടികൾ വരെ കാണുന്നത് എന്റെ ചാനലാണ്. അതുകൊണ്ട് നമ്മൾ അത്ര വയലൻസ് ഒന്നും എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോ പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി വേറൊരു ബ്ലോഗിൽ കാണാം. ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇന്ന് ഒരു ബിരിയാണിയും ഒരു ചിക്കനൊക്കെ തിന്നതാ. എന്നിട്ടൊക്കെ അതിന്റെ ആരോഗ്യം കണ്ടോ. ഇത്രേ ഉള്ളൂ സുര, ഇത്രേ ഉള്ളൂ. അപ്പോ ഇതും ഇത്രേ ഉള്ളൂ, ബ്ലോഗ് ഇത്രേ ഉള്ളൂ. അതെ, നടു റോട്ടിൽ നിന്ന് ബ്ലോഗ് ചെയ്യുന്ന ആദ്യത്തെ ബ്ലോഗർ ഞാൻ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. ഓ ഗൈസ്, ലോറിയുടെ മുന്നിൽ ചാടി ഞാൻ വീഡിയോ വൈറലാക്കാൻ വേണ്ടി പോവാണ്. ഇല്ല ഗൈസ്, അത്രയ്ക്ക് വൈറൽ എനിക്ക് ഇപ്പോഴേ ആവണ്ട. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.